സാധാരണ ഒരു കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇനി വന്ന് വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സോക്കാഫ്സറിന്റെ ലോറാമിന്റെ എന്തെങ്കിലും സൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ ആൾക്കാർ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് മെക്കാനിക് പരമായിട്ടാണ്. ഇഞ്ചൻ ഇപ്പൊ നമ്മളെ ഹാർട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വണ്ടിയുടെ ഇഞ്ചൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര നന്നാക്കിയാലും കാര്യമില്ല, കൂട്ടി കെട്ടിയ മാറ്റിയേക്കാണ്. അപ്പൊ ആ കാര്യത്തില് വെള്ളപ്പോകെ അല്ലെങ്കിൽ പിന്നെ വയറടിയോ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മിയത്തിൽമിയാണ്. ഓക്കെ. ഇത് പിന്നെ എത്ര പൈസ കൊടുക്കാൻ പറ്റും? നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2013 വണ്ടിയാണ്, ലാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടിന് 2 രൂപ കിട്ടും. ഈ VXi ആണ്. 4 ഡോർ വിൻഡോ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ മൻസൂർ ഖാന്റെ യാർഡിലാണ് വീട്ടിലെ കാർ കച്ചവടം. കഴിഞ്ഞ വീഡിയോ തകർത്തല്ലോ മൻസൂർ ഖാൻ എന്തൊക്കെയുണ്ട്? അടിപൊളി. കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിന്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ വണ്ടിയും പോയി അല്ലെ. 1-2 വണ്ടി മാത്രമേ അതിൽ ഉള്ളത് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പുതിയ കയറിയത്. ഒരുപാട് പുത്തൻ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത് ഇന്നോവ വന്നിട്ടുണ്ട് കേട്ടോ. 2 പീസല്ലേ ഇന്നോവ? 3-4 ഉണ്ട്. പക്ഷെ 2 പണി കഴിഞ്ഞത്. ഓക്കെ. 2 നമുക്ക് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുവണ്ടികൾ ഇതാ വാഗണർ, പിന്നെ ഡിസൈർ, നല്ല അലുവ കണ്ട പോലത്തെ നമ്പർ അല്ലേ ഡിസൈർ. അതും ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികള്. പിന്നെ ഏതൊക്കെ വണ്ടി പറയണ്ടല്ലോ, മൻസൂർ ഖാന്റെ അവിടെ ചെറുവണ്ടികളെ ഉണ്ടാവുള്ളൂ, സാധാരണക്കാർ വണ്ടികൾ. മൻസൂർ ഖാൻ എന്തൊക്കെ ഉണ്ട്? സുഖല്ലേ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ട? നമ്മളെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അല്ല, നിങ്ങളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. നല്ല അല്ല, ഞാൻ എല്ലാ വീഡിയോയും പറയുന്നില്ല. ഓരോ വണ്ടികള് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വലിയ മോഹമാണ്. അതിപ്പോ നീ ഗൾഫുകാരായാലും ഗൾഫുകാർ പ്രത്യേകിച്ച് ഓരോരുത്തർ വിളിച്ചിട്ട് പറയും മൻസൂർ ഖാൻ എനിക്കൊരു വണ്ടി വേണം. ആദ്യം പറയാം വലിയ വലിയ വണ്ടി വേണമെന്നാ പറയാ. പിന്നെ നാട്ടിലേക്ക് പോരാനാകുമ്പോത്തിന് ചെറുതായി ബഡ്ജറ്റ് ഓരോരുത്തർ. അതാണ് സംഭവം. ദുബൈയിലുള്ള അതായത് പിന്നെ ഒരു കൈക്ക് വരിക, 10 കൈ ചെലവാക്കുക. അപ്പൊ ഒരു വഴിക്കാണ് വരുമാനം വരുന്നത്, പക്ഷെ 10 വഴിക്കാണ് പൈസ പോണത്. അപ്പൊ അങ്ങനെ ആകുമ്പോ എങ്ങനെയായാലും കണക്കൂട്ടിയാല് സാധാരണക്കാരന് നല്ലൊരു വണ്ടി എടുക്കണം എന്നുള്ള കണക്കൂട്ടലുണ്ടാവും. ഇവിടെ എത്തുമ്പോ അത് ചെറുതാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളടുത്ത് മിക്കവാറും ആൾക്കാർ വരല്. പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് നല്ല കേട്ടോ. അപ്പൊ നമ്മള് ഓരോരുത്തർ ഇപ്പൊ പിന്നെ കമ്പനിക്കാരൊക്കെ ഇപ്പൊ ആകെ 600 അടച്ചാൽ മതി ദിവസം, അല്ലെങ്കിൽ മാസത്തിൽ 9,000 അടച്ചാൽ മതി അറിയും. വലിയ വലിയ വണ്ടികൾ എടുക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അത് നിക്കക്കള്ളില്ലാതെ ഇങ്ങാണ്ട് ലാസ്റ്റ് കടക്കണിക്ക് പോവാണ്. ഇത് ചെറുവണ്ടി ആവുമ്പോ ലോൺ ഇല്ലാതെ ചെറിയ പൈസ ലോൺ ഇട്ടാൽ തന്നെ ഇതൊക്കെ 2 രൂപ 1 രൂപ 1 രൂപേന്റെ ഉള്ളിലെ വണ്ടികളാണ്. ഇപ്പൊ പോയാലും 5-10 രൂപ പോവുള്ളൂ. എന്നാ എന്താ ഈ വണ്ടി ആവും ചെയ്തു, അവന്റെ കാര്യങ്ങൾ നടക്കും ചെയ്യും. പിന്നെ ഇന്നിപ്പോ ആരത്തും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ മാറ്റില്ല. പണ്ട് പറഞ്ഞാല് വലിയ വലിയ ആൾക്കാരത്തെ വണ്ടി ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ ഏത് കൂലിപ്പണിക്കാരുടെ അടുത്തുണ്ടാവും വണ്ടി. ഒരാളെ കാണിക്കാൻ വേണ്ടി കണ്ട് ജീവിക്കണ്ട. അത് നമ്മളെ തകർക്കുള്ളൂ ചെയ്യാ. മനസ്സിലായോ? നമ്മൾ പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ള എന്താണ്, നമ്മൾ ഒരാളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. അത് നമ്മളെ നാശത്തേക്ക് നമ്മൾ നയിക്കുള്ളൂ. അല്ല, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പൊ കാറില്ലാതെ ഒന്നാമത് ഇപ്പൊ സാധാരണക്കാരനായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഓട്ടോക്കാരന് ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ടൗണിലൊക്കെ പോകാൻ എത്ര പൈസ ഒരു അതായത് കാറിൽ 4 ആൾക്ക് പോകുമ്പോ അതല്ലേ സുഖം. പ്രത്യേകിച്ച് ഒരുപാട് ലാഭമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഗൾഫിൽ പോയ കാലത്ത് പറഞ്ഞാല് അന്നൊക്കെ നല്ലോണം സമ്പാദിച്ചിരുന്നു. ഞാനിപ്പോ 1989 കാലഘട്ടത്തിലൊക്കെ പോയ 10-30 കൊല്ലം ഗൾഫിൽ നിന്ന് മനസ്സിലാണ്. അന്നൊക്കെ 10 റുപ്യ ഉണ്ടാക്കാൻ കഴിഞ്ഞു നമുക്ക്. അന്ന് ഇവിടെ വില കമ്മിയാണ്. അന്ന് ഇവിടെ 300 റുപ്യ 1000 റുപ്യ ഒക്കെ ഒരു സെന്റ് സ്ഥലം കിട്ടിയോ. ഇന്നിപ്പോ 1 ലക്ഷം റുപ്യ കുറച്ച് ഇവിടെ സെന്റിന് ഇവിടെ നിന്നില്ല കേരളത്തിൽ എവിടെയും. പിന്നെ കിട്ടും ഉള്ളുക്കുള്ളൊക്കെ ഒരു മനുഷ്യന് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി അതിൽ പെര കയറ്റുമ്പോൾ തന്നെ ചുരുങ്ങിയത് 10-50 ലക്ഷം റുപ്യ വേണം. ഇന്ന് ഗൾഫിൽ പോയി കണ്ട് അങ്ങനെ സംഗതി ഉണ്ടാക്കാൻ കഴിയൂല. കാരണം ഓന് 2000 റിയാൽ കിട്ടിയാൽ 1500 റുപ്യ കൂടിയിട്ട് ചെലവിനേക്കണം. പിന്നെ അതിന് മിച്ചം കിട്ടുന്നത് ഉണ്ടാക്കാൻ കഴിയൂല. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയുന്നില്ല. നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പൊ നമുക്ക് ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട്. അതായത് നിങ്ങളെ നമ്പർ ഉണ്ടല്ലോ, എന്തായാലും വിളിക്കട്ടെ. ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങളെ പിന്നെ അറിയാത്ത ആളാരും ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ അറിയുന്നത് തന്നെ ഉണ്ടാവും. പിന്നെ അപ്പൊ വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? നേരെ വീഡിയോയിലേക്ക് പോലെ ഫസ്റ്റ് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കല്ലേ? വാഗണർ. അതും നല്ല അടിപൊളി കളർ, ഒരു
പ്രത്യേകിച്ച് നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് വാഗണർ. അല്ല ഈ കളറ് ആളുകൾ പെട്ടെന്ന് ചൂസ് ആകുന്ന കളറാണ്. ചോക്ലേറ്റ് എന്നും പറയും, കോഫി കളർ, കോഫി കളർ, ബ്രൗൺ കളർ എന്നൊക്കെ പറയും. മാർക്കറ്റ് കളറാണ്. അതെ അതെ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 ലാസ്റ്റ് വണ്ടിയാണ്. VXi ലാസ്റ്റ് December 13 വണ്ടിയാണ്. VXi ആണ്. 14 അടുപ്പിച്ചിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണെങ്കിലും പിന്നെ വേറെ വണ്ടിക്ക് ഒരു ഫസ്റ്റ് ഓണർഷിപ്പിന്റെ വണ്ടിന്റെ ലുക്ക് ഉണ്ട് വണ്ടി. അതെ, വണ്ടി കാണാൻ വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല, പിന്നെ മറ്റുള്ള ഫ്ലഡ് കാര്യങ്ങൾ അതില്ല, മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഇടി കുത്ത്, രണ്ട് ചാവിണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത നല്ല ഫുൾ കട്ട് ടയർ ഉണ്ട്. ടയർ ഒരു ആവറേജ് ടയർ, 50% ടയർ ഉണ്ട്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ ഭാഗത്ത് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. അപ്പൊ ഈ മാരുതിന്റെ വണ്ടി പ്രത്യേകിച്ച് 2-3 വണ്ടികൾ കുറച്ച് ഏകറുള്ള വണ്ടികൾ പണി. നല്ല ഈ തടിയുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കാം. മറ്റേതാകുമ്പോ ഈ ആൾട്ടോയിൽ ഇങ്ങനെ കുഴിയിൽ ഇരുന്ന പോലെ ആവും. ഇതാകുമ്പോ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ബോണ്ടാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബോണ്ടൊക്കെ ഒരു ബോണ്ട് മാറിക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് വരില്ല. സൗണ്ട് നല്ല അടിപൊളി ഇഞ്ചർ റൂമും കാര്യങ്ങളും. ഒരു മിയത്തുൽ മിയ അല്ലേ? വണ്ടി കാണി ചിമ്മിട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല അല്ല. ഓട്ടം വല്ലാണ്ട് ഓട്ടത്തില് എത്ര 79,000 ഓടിക്കണം. വണ്ടി മേജർ കമ്പനി, ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇനി പോലും വന്ന് വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഷോക്ക് ഓഫീസറിന്റെ ലോറാമിന്റെ എന്തെങ്കിലും സൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കാം. ചെറിയ വിഷയങ്ങളാണെങ്കിൽ ആൾക്കാർ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് മെക്കാനിക് പരമായിട്ടാണ്. ഇഞ്ചൻ നമ്മളെ ഹാർട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വണ്ടിയുടെ ഇഞ്ചൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര നന്നാക്കിയാലും കാര്യമില്ല, അത് കൂട്ടിക്കെട്ടിയ മാറ്റിയേക്കാരം. അപ്പൊ ആ കാര്യത്തില് വെള്ളപ്പുകയെ അല്ലെങ്കിൽ പിന്നെ വയലടിയോ അങ്ങനത്തെ കാര്യം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മിയത്തുൽ മിയാണ്. ഓക്കെ. ഇത് പിന്നെ എത്ര പൈസ കൊടുക്കാൻ പറ്റും? നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2013 വണ്ടിയാണ്, ലാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടിന് 2 രൂപ കിട്ടും. ഈ VXi അല്ലേ? VXi ആണ്. 4 ഡോർ വിൻഡോ ഉണ്ട്, ബാക്ക് വൈഫർ ഉണ്ട്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പിന്നെ ടയറും തന്നെ VXiന്റെ LXന്റെ മാറ്റുണ്ടാവും. ഇത് കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും. അപ്പൊ നമ്മളെന്താ 2.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ഒരു വന്ന് നോക്കിയിട്ട് ലോൺ എത്ര കിട്ടും? ലോൺ ഇതിന് എങ്ങനെ 2-2.25 രൂപ ലോൺ കിട്ടും. ലോണും കിട്ടുമല്ലോ. 10-40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയൊരു വണ്ടിയല്ലേ? ഇത് മൈലേജ് എത്ര കിട്ടും? മൈലേജ് എങ്ങനെയായാലും മൈലേജിന്റെ കാര്യത്തിൽ 15-18 ഉള്ളിലെ മൈലേജ് ഉണ്ടാവുള്ളൂ. 18 എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ ഗിയർ മാറ്റാതെ അങ്ങനെ പോവാണെങ്കിൽ 18 കിട്ടുള്ളൂ. അല്ലെങ്കിൽ 16-17 ഉള്ളിൽ കിട്ടുള്ളൂ. അത്ര കിട്ടും. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. നമ്മളെ സാധാരണക്കാർ ഹൈ ലെവല് പിന്നെ VIP കളൊന്നുമല്ലോ, സാധാരണക്കാരാണ്. ഓപ്പോ ഒരു 2 കൊല്ലോ അല്ലെങ്കിൽ 3 കൊല്ലം മുന്നേ പഠിച്ച ആളേക്കാരും. അപ്പൊ ഓനൊക്കെ ഈ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയർ അല്ലാതെ പോകാൻ കഴിയൂല. കാരണം വണ്ടി ഒരു 50-60 സ്പീഡിലല്ലാതെ നമുക്ക് ടോപ്പ് ഗിയർക്ക് മാറാൻ കഴിയൂല. ഈ ടോപ്പ് ഗിയർത്തെ വർത്താനാണ് ഇപ്പൊ ഈ 18-19 ഒക്കെ പറയുന്നത്. വെറുതെ നമ്മൾ ആൾക്കാരെ പറ്റിച്ചില്ലല്ലോ. വണ്ടി സാധാരണ ഒരു കമ്പനി പറയുന്നത് 18-20 ഉള്ളൊക്കെയാണ്. K സീരീസ് ഇഞ്ചനാണ്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വണ്ടി തട്ടിക്കണോ, വണ്ടി പല്ലും ചിറി പോയിക്കണോ, അതൊക്കെ നോക്കണ്ട. ആ കാര്യത്തിലൊക്കെ 100-100. അതില് 100. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വേറെയും പറയലുണ്ട് ഗൾഫുകാരോടൊക്കെ, ഇനി പോലെ ഇപ്പൊ അടുത്ത മാസം ശമ്പളം കിട്ടാനുള്ളത്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ 10-25 രൂപ അയച്ചു തന്നാല് നമ്മൾ ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ വേണമെങ്കിൽ മാറ്റി വെക്കും. അല്ല ഇനിയിപ്പോ കിട്ടിയല്ലോ അല്ലെങ്കിൽ അത് നടന്നല്ലോ എന്ന് കരുതണ്ടാണ്. പക്ഷെ വണ്ടി കൺഫേം ആക്കിയിട്ട് പിന്നെ പിന്മാറാൻ പറ്റില്ല. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? നമുക്ക് അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കാം. കണ്ണി ചിമ്മിറ്റ് ഇറക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ച് വണ്ടി, അതും ഡിസൈർ ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാനാണ്. 2013 അല്ലേ? അതായത് 12 വണ്ടിയാണ്. 13 6-ാം മാസം വണ്ടിയാണ്. 12 ആണെങ്കിലും 13 രജിസ്റ്റേർഡ് ഉണ്ട്. ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. മൻസൂർ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പ്രശ്നം. ഇത് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഇത് സ്വിഫ്റ്റ് ഡിസൈർ BDI ആണ്. ഓക്കെ. പിന്നെ
സീറ്റ് കവർ ഒരേ ഒരു ഓണർ അല്ല? ഒരേ ഒരു ഓണർ. ഓക്കെ. വണ്ടി നല്ല അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 1.15 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളപ്പുക അല്ലെങ്കിൽ ഓയിലടി അങ്ങനത്തെ പ്രശ്നം. അല്ലെങ്കിൽ ഓട്ടം വലിയ കൂടുതലല്ല, 1.20 അല്ലേ? 1.16 വലിയ ഡീസൽ വണ്ടിക്ക് വലിയ കൂടുതലല്ല. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. AC, പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ ഒക്കെ 4 ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ. എല്ലാ ഭാഗവും ഫീച്ചേഴ്സും 100% വീഡിയോ ഓപ്ഷൻ. പിന്നെ ടയറും തന്നെ അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയർ ഉണ്ട്. വണ്ടി യാതൊരു കംപ്ലൈന്റ് ഈ എത്ര പുതിയ മോഡൽ കമ്പനികൾ ഇറക്കി കഴിഞ്ഞാലും ഈ പഴയ മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഇപ്പൊ ഈ ടൈപ്പ് 2 വരുന്നേ, അത് ആർക്കും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു കുഴപ്പത്തിലുള്ള വണ്ടിയാണ്. അതെ, നല്ല ബൂട്ട് സ്പേസ്, മെയിൻ്റെനൻസ് ഒക്കെ. വണ്ടി കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. വണ്ടിന്റെ ബോഡി ഷേപ്പ് ഒരാൾക്ക് വണ്ടിനെ പറ്റി അറിയാണെങ്കിൽ ബോഡി ഷേപ്പ് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് അറിയാം. ഇത് ഓടിക്കാൻ നല്ല ഈ വണ്ടി നിങ്ങൾ ഓടിച്ച് നല്ല ലോങ് ഒക്കെ പോയിക്കണേ? ഇതിൽ ലോങ് പോയിക്കണേ എന്താ സുഖമാണ്. നമുക്ക് എത്ര ഓടിക്കഴിഞ്ഞാലും പിന്നെ ഒരു ചടപ്പ് വരില്ല. നല്ല സുഖമാണ്. ഒരു പെർഫെക്റ്റ് ഡ്രൈവ് ആണ് ഇതിന്മേ. പിന്നെ മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. എടുക്കുന്ന ആൾക്ക് ഒന്നും നോക്കാനില്ല. കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇറക്കാം. പിന്നെ എത്ര കൊടുക്കാൻ പറ്റും? നമ്മള് ലാസ്റ്റ് 3,25,000 3,25,000 ലാസ്റ്റ് അല്ല? ലോണ് ഏകദേശം എങ്ങനെയാലും 2-2.25 ലോൺ കിട്ടും. ഒരു 10,000 മുടക്കി കഴിഞ്ഞാല് നമുക്ക് റെഡിയാക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? തീർച്ചയായും. 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് 20 മേലൊക്കെ 20 മേലക്ക് ലോങ് ഡ്രൈവ് കിട്ടും. സാധാരണ ഞാൻ പറഞ്ഞു 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. നല്ല കംഫർട്ടബിൾ, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി കാണിച്ചു. ഡാറ്റ്സന്റെ റെഡിഗോ, ലേഡീസിനൊക്കെ പറ്റിയ കളറാണ്. അടിപൊളി കളർ. ഇത് ഏതായിരുന്നു ഡാറ്റ്സന്റെ? ഇത് ഡാറ്റ്സൺ ഗ്ലോപ്പസിന് ലോങ് കിട്ടില്ല. ഇതിൽ കുറെ ഉണ്ട്. ഗോ പ്ലസ്, ഗോ. റെഡിക്കോ എന്ന് പറഞ്ഞാല് അത് ഓട്ടോറിക്ഷന്റെ ഇതാണ്, ഒരു സൗണ്ട് കാരണം. ഇത് അങ്ങനത്തെ ഉണ്ടാവില്ല. ഇത് നല്ല നീറ്റ്. നമ്മള് സാധാരണ സ്വിഫ്റ്റ് ഓട്ടുന്ന ഒരു ലുക്കാണ് ഈ വണ്ടി. ഓക്കെ. ഈ വണ്ടി ഓടിക്കില്ലല്ലോ? അല്ല, ഇത് കുറച്ച് വീതി ഉണ്ടല്ലോ. ഒരു സ്വിഫ്റ്റിന്റെ ഒരു ഫീലിംഗ് കിട്ടി വണ്ടി ഓടിക്കുമ്പോ തന്നെ. ഓക്കെ. അല്ല, ഇത് ഞാൻ റെഡിക്കോ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ മുന്നിൽ ഉണ്ടല്ലോ, അതൊരു ഓട്ടോറിക്ഷന്റെ അത് കുറെ ചെറുതാവും. വീതി ഉണ്ട്. ഇത് സ്റ്റാർട്ട് ആക്കുമ്പോ തന്നെ നമ്മള് സ്വിഫ്റ്റിന്റെ സൗണ്ടാണ് ഇത്. പിന്നെ മാത്രമല്ല ഇതിന്റെ സീറ്റും കാര്യമൊക്കെ കാണി. ഇതിന്റെ ഗിയറൊക്കെ നമ്മളെ മറ്റേ VIP കാറിന്റെ ഒക്കെ ഗിയർ മാതിരിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. അതെ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 വണ്ടിയാണ്. 15 വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടോ ഇത് കമ്മിയാണ്. ആകെ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ, ഒരേ ഒരു ഓണർ. ടെൻഷൻ വേണ്ട അല്ലെ? ടയർ ആണെങ്കിൽ ടയറും ഭാഗമൊക്കെ നല്ല അടിപൊളി ടയർ, കട്ടൊക്കെ നല്ല ഫുൾ കട്ട് ടയർ ഉണ്ട്. AC ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പിന്നെ പവർ വിൻഡോ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ തോന്നുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. മറ്റേ ഈ സ്റ്റിക്കർ ഇതൊക്കെ വരുന്നുണ്ട് ഇതില്. വണ്ടി നല്ല നീറ്റ് ആക്കി. ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ്. മെക്കാനിക് യാത്രയിൽ ടെൻഷൻ. ഇത് പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഇത് മൈലേജ് എത്ര കിട്ടും? മൈലേജ് 18 കിട്ടും. 18. ഇതിൽ 18 കിട്ടും തന്നെ. ഓക്കെ. എത്ര കൊടുക്കാം മൻസൂർക്ക്? നമ്മൾ 1.5 രൂപ ചോദിക്കണത്. വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കല. 1.5 രൂപ ചോദിക്കുന്നുണ്ട്. ലോൺ കിട്ടും? ഇതിന് ലോണും കിട്ടും. 15 മോഡലാണ്. ലോണ് അത്യാവശ്യം കിട്ടും. ആവശ്യക്കാർ വിളിച്ചോളൂ കേട്ടോ. നല്ല ആലുവക്കണ്ടം പോലത്തെ ഒരു ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഈ കളറാണ് വെറൈറ്റി അല്ലെ? എന്താ ലുക്ക്. ഇപ്പൊ ഈ മഴവെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തോ കാണും. പക്ഷെ പിന്നെ ഉത്ഭാവം തന്നെ 10-15,000 റുപ്യ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ നല്ല. ഇതിന്റെ ഈ സാധനം എല്ലാവരും ഇത് മാറ്റും. അതെ. ഈ മറ്റേ ഇതല്ലേ ഹെഡ്ലൈറ്റ്? ഇത് ഒറിജിനൽ സാധനമാണ്. ഒറിജിനൽ സാധനമാണ്. ചെറിയ മങ്ങിയിട്ടുണ്ട്. അത് ബോണറ്റ് മാറിയിട്ടില്ല. ബോണറ്റ് മാറിയിട്ടില്ല. ഒറിജിനൽ പേസ്റ്റ് ആണ്. ഒരു ടെൻഷൻ വേണ്ട. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് അല്ല. മെക്കാനിക് കാര്യങ്ങളൊക്കെ. ഏതായിരുന്നു? എഞ്ചിൻ റൂം കാണിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ഇന്ത്യൻ ഭാഗത്ത് നല്ല ഈ വണ്ടി ഇന്നോവനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഒന്ന് ഒരു 10 മീറ്റർ പോയാൽ മതി. അപ്പൊ മനസ്സിലാവും. ഓക്കെ. അത്രക്ക് നല്ല ഹൈ ക്വാളിറ്റി. വിലയുണ്ട് നമുക്ക് ഇതിന്. അല്ല, ഇത് വലിയ ഓട്ടോ ഇല്ലല്ലോ. വലിയ ഓട്ടോ ഇല്ല. 1.15 വണ്ടി ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ G4 ആണ്. ഓട്ടം കറക്റ്റ് ഓട്ടോ ആണ്. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. അതിൽ കൂടുതൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ല?
ഓക്കെ വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതർ സ്റ്റേറ്റ് വണ്ടി. നമ്പർ ആയില്ല ഓൾറെഡി? ആയിട്ടില്ല. NOC പ്രൈസ് ആണ് ഇവിടെ പറയുന്നത് അല്ല? NOCയിൽ ആർക്കാണ് വേണ്ടത് ആ വിലക്ക് കൊടുക്കാം. എത്ര ആസ്ക് ചെയ്യണേ? നമ്മളൊരു 6 റുപ്യ ചോദിക്കുന്നുണ്ട്. അത് 6 റുപ്യ പറഞ്ഞാല് ഇപ്പൊ എല്ലാരും പറയാം അതിപ്പോ 5 റുപ്യക്കും 4 റുപ്യൊക്കെ NSL ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ വണ്ടി കിട്ടും കിട്ടില്ല ഞാൻ പറയുന്നില്ല. ഓരോ വണ്ടിക്ക് ഓരോതാണ്. ഓരോ ഈ 4 കിട്ടുന്ന വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി ഈ വണ്ടിയുടെ കൊണ്ടുവച്ചിട്ട് രാത്രി പകലിന് വ്യത്യാസം പറയും. ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് വണ്ടി അല്ല? നമ്മുടെ അടുത്ത് തന്നെ 2014 G4 അല്ല ബി ഓപ്ഷൻ 2014 V ഉണ്ട്. അത് കാണിക്കാൻ പോവാ 15 ഓപ്ഷൻ ആണ്. അത് വില കുറഞ്ഞു വേണമെങ്കിൽ അത് തരാം. ടച്ചപ്പും പോളിഷ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് 6 റുപ്യ. ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇതെവിടെ നല്ല കിടുക്കാച്ച് ഇന്നോവ കാർ, അതും G4 അല്ല V ആണ് ഓപ്ഷൻ വരുന്നത്. മൻസൂർ കാ ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് 2014 മോഡല് 14 V വണ്ടി. V ആണ് ഓപ്ഷൻ വരുന്നത്. 15 പിന്നെ ഡെലിവറി ഉണ്ട്. ഓക്കെ, 8 സീറ്റ് ആണ്. നമ്പർ ആയിട്ടില്ല. NOC ആണ്. 8 സീറ്റ് ആണ്. 8 സീറ്റർ ആണ്. ഇൻക്ലൂഡ് ആണല്ലോ. RC ഇൻക്ലൂഡ് ആയിട്ട് NOC എടുത്ത് കൊടുക്കാം. ഓക്കെ, വേറെ മേജർ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയുമ്പോ വേറെ പ്രശ്നങ്ങളോ അപാധകളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. ഇത് ബോണറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നുമില്ല. നീറ്റ് വണ്ടി, എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അടിപൊളി വണ്ടി അല്ലേ? ഓക്കെ, ഇത് ഓട്ടോ കറക്റ്റ് തന്നെ ആയിരിക്കും. 1,65,000. 1,65 കറക്റ്റ് തന്നെ ആയിരിക്കും. വണ്ടിയല്ലേ? അതെ. എത്ര കൊടുക്കാം? നമുക്ക് 6.5 റുപ്യക്ക് NOC കൊടുക്കാം. ഞാൻ NOC എടുത്തിട്ടാണെങ്കിൽ അതിന്റെ ചെലവ് ഒരു തന്നാ മതി. ഓക്കെ, അതും 2014 V വണ്ടി. 15 V വണ്ടി അല്ല? ഓക്കെ, 6 റുപ്യക്ക് NOC കൊടുക്കാം. ആവശ്യക്കാർ വന്ന് നോക്കാം. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെവിടെ ഒരു വാഗണർ, അതും നല്ല അടിപൊളി വണ്ടിയല്ല മൻസൂർക്ക? ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടി. ഇത് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ഒന്ന് കുളിപ്പിക്കാണ്ട് വന്ന കണ്ടീഷൻ ആണ്. ഫുൾ ഒന്ന് കുട്ടപ്പനാക്കിട്ട് എടുക്കാനുണ്ട്. അതെ. എത്ര മോഡലായിരുന്നു ഇത്? ഇത് 2016 വണ്ടി. ഓപ്ഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട് റീപേഴ്സ് കാര്യങ്ങൾ ഇതിന്റെ അരികെ എത്തിയിട്ടില്ല. ഇല്ല. VXI ഓപ്ഷൻ ഫുള്ള് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പമ്പറും കാര്യങ്ങളും ബാക്ക് വൈപ്പർ, പമ്പറും കാര്യങ്ങളും ക്ലിയർ ആയി കൊടുക്കും. അതെ, ഇവിടെ ഈ ബമ്പറിന്റെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ക്ലിയർ ആക്കിട്ട് തരുള്ളൂ കേട്ടോ. അലവിലിടും. ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ടുള്ള വിലയാണ് പറയുന്നുള്ളത്. ടയറൊക്കെ ഫുൾ കട്ട് ടയർ ഉണ്ട്. പിന്നെ വീൽ കപ്പ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇന്ത്യൻ ഭാഗത്തൊക്കെ നോക്കണം. അലൈൻമെന്റ് ചെയ്യും, പിന്നെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യും. കുട്ടപ്പനാക്കിയാണ്ട് ഒരു ഏകദേശം 2.25 ലക്ഷം റുപ്യ അടുത്ത് ലോണും കിട്ടും അല്ലേ? എത്രക്ക് കൊടുക്കാം? നമുക്ക് 3,35,000 റുപ്യ കൊടുക്കാം. 3,500 റുപ്യ കുറച്ചൊന്നും ഈ വണ്ടി എവിടുന്നും കിട്ടൂല അല്ലേ? 2016 വണ്ടിയാണ്. VXI 3,35 മാക്സിമം ലോൺ ചെയ്യാം. ഇവിടെ ചെറിയ പൈസക്ക്, അതായത് ഒരു 2015 ആൾട്ടോ 800 എടുക്കുന്ന പൈസേ ഉള്ളൂ. ടൊയോറ്റന്റെ ഇറ്റിയോസ് ഡീസലിൽ 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി, നല്ല ബൂട്ട് സ്പേസ്. ഓക്കെ, വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയ കായ്ക്ക് നല്ല പ്രൗഢി. ഓക്കെ, മോഡൽ കുറഞ്ഞതാണെങ്കിലും മെക്കാനിക്ക് ഫുൾ 100% ഓല് എവിടെ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. പിന്നെ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, 4 ഡോർ വിൻഡോ ഉണ്ട്, അലോയ് ഉണ്ട്. ടയറൊക്കെ ആണെങ്കിൽ 80% ടയർ ഉണ്ട്. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, പൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓല് വരിക, വണ്ടി കാണുക, ഓലെ പെരുക്കാക്കുക, ഓർക്ക് ഉപയോഗിക്കാം. എത്ര കൊടുക്കത്? ഇത് ചെറിയ ഒരു ആൾട്ടോക്കാ, നമ്മളെ ആൾട്ടോക്കാന്റെ പറഞ്ഞേ, അതുപോലെ 2,20,000 റുപ്യ കൊടുക്കാം. 2,20,000 കൊടുക്കാം. ലോണും കിട്ടും. 2012 മോഡലാണ്. അടുത്ത കൊല്ലം 6 മാസം വരെ പേപ്പർ ഉണ്ട്. 10-15 റുപ്യ മുടക്കി കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് പുതിയ പേപ്പർ പിന്നെ എടുക്കും ചെയ്യാം. നമ്പർ മാറിയ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അല്ല, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോളി. നല്ല വണ്ടിയല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയ പൈസക്ക് 2 വാഗണർ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ല? അതും VXI വണ്ടിയാണ്. ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസ മതിയല്ലേ? ഇത് ആദ്യം റെഡ് കാണിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2008 വണ്ടി. 2008 28 വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ഓപ്ഷൻ വരുന്ന VXI അല്ല, ഇത് LXI ആണ്. മെക്കാനിക് ഒക്കെ എന്തുവാട്? ഒരു കംപ്ലൈന്റും ഇല്ല. പ്രശ്നമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ഒരു സാധാരണക്കാരന് പറ്റിയ അത്ര ആ പൈസ നമ്മൾ ചോദിക്കണുള്ളൂ. അത്രേ ചോദിക്കുള്ളൂ. എത്ര ചോദിക്കണേ? നമ്മൾ 1 റുപ്യ ചോദിക്കണത്. അതില് ഈ മെയിൻ ഗ്ലാസിന് ഇവിടെ ചെറുതായിട്ടേ
കട്ടിങ് അല്ല, ചെറിയൊരു ഇതുണ്ട്. അത് ഇപ്പോഴൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇത് 2-3 കൊല്ലം കഴിഞ്ഞ് റിന്യൂ എടുക്കുന്ന നേരത്തെ വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പൊ അതിന്റെ 5,000 റുപ്യ നമ്മൾ കുറച്ചുകൊണ്ട് ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇത് ഉള്ളിക്ക് വെള്ളം ഉള്ളിക്ക് വെള്ളം കഴിഞ്ഞ് പൊട്ടിയിരുന്നല്ല, അപ്പൊ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. പൊട്ടിയിരുന്നുണ്ടെങ്കിൽ ഇവിടെ തടവ് വരും. അത് റിന്യൂ ചെയ്യുമ്പോൾ മാറ്റിയാൽ മതി. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, റീടെസ്റ്റ് എടുക്കുമ്പോൾ മാറ്റിയാൽ മതി. വേറെ പ്രശ്നം നമ്മൾ 95,000 റുപ്യക്ക് ഇതിന്റെ 5,000 റുപ്യ കുറച്ചിട്ട് 95,000 രൂപ കൊടുക്കാം. മിയത്തിൽ മിയ അല്ലേ? മിയത്തിൽ മിയാണ്. ഈ ബ്ലൂ എങ്ങനെയായിരുന്നു? ബ്ലൂ 2008 ഇത് VXI ആണ്. ഓക്കെ. ഇതും 2008 28 വരെ പേപ്പറിലാണ്. ഇത് VXI, അത് LXI ആണ്. ഓക്കെ. വണ്ടി എന്തോട് മെക്കാനിക് 100 വണ്ടി. ഉഷാറാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയ പൈസ കൊടുക്കല്ല. ഇത് നമുക്ക് 90 റുപ്യ കൊടുക്കാം. 90 റുപ്യ കൊടുക്കാം. ലാസ്റ്റ്. ഓക്കെ. VXI ആണ്. AC പവർ സ്റ്റാരിങ്ങും. VXI 2 ഡോറേ ഉണ്ടാവുള്ളൂ. വേറെ മേജർ കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല. അതെ. അതായത് 2008 ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ അല്ല അത് മാറിയത്. ഇത് നമുക്ക് 90 റുപ്യ കൊടുക്കാം. 90 റുപ്യ കൊടുക്കല്ലേ? ഇതൊക്കെ മഴക്കാലത്തെ ഇപ്പൊ ഈ ഒരു സ്കൂട്ടിന്റെ കായ്ക്ക് ഇത് കിട്ടുമ്പോ കിട്ടണ ഒരു ഉപകാരമാണ്. അല്ല, ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ വണ്ടികളെ ആള് നോക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചെറിയ ഒരു മഴ കൊള്ളാതെ പോവാൻ വേണ്ടിട്ട്. അല്ല, വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. മെക്കാനിക് മിയത്തിൽ മിയല്ല. ഓക്കെ. ഇവിടെ ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു ആൾട്ടോ 800 ആണ്. കാണാൻ നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട്, കാണാനുണ്ട്, ഉപയോഗിക്കാനുണ്ട്. മെക്കാനിക്ക് ഉഷാർക്ക് മുന്തിരി. അതാ 70 ചില്ലാനം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI ആണ്. ഫുൾ ആണ്. വേറെ മേജറും ഇല്ല, മൈനറും ഇല്ല. എത്ര മോഡലായിരുന്നു? 2014 ലാസ്റ്റ് വണ്ടി. 14 ലാസ്റ്റ് വണ്ടി അല്ലേ? അതും VXI LXI അല്ല. വണ്ടി എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടിയാണ്. ഒന്ന് നോക്കാനല്ല, കണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. എത്ര കൊടുക്കുക? ഇത് നമുക്ക് ലാസ്റ്റ് 1,90,000 കൊടുക്കാം. 1,90,000 ലാസ്റ്റ് കേട്ടോ. അതിൽ കുറയാനില്ല. ഇത് മാക്സിമം ലോണും കിട്ടും. എങ്ങനെ 1,45 എന്തായാലും കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ചെറിയ പൈസക്ക് സ്വിഫ്റ്റ് കാർ അല്ല, അതും ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി. അതായത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഫസ്റ്റ് ഓണറുമാണ്. ഒരേ ഒരു ഓണർ അല്ല? ഓക്കെ. എത്ര മോഡലായിരുന്നു? ഇത് 2007 ആണ്. അടുത്ത കൊല്ലം പേപ്പർ വരും. അടുത്ത കൊല്ലം പേപ്പർ ലാസ്റ്റിൽ ഉണ്ടാവും അല്ലെ? മറ്റേ ABSന്റെ ഒക്കെ ഉണ്ട്. ABS എയർ ബാഗ് അല്ല, ABS ബ്രേക്ക്. ബ്രേക്ക്. അതെ. ഓക്കെ. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തതാണ്. ഇതാണ്. ഓക്കെ. ഇത് ഓപ്ഷൻ വീഡിയോ അല്ലേ? വീഡിയോ ആണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. വേറെ വെള്ളപ്പുക അല്ലെങ്കിൽ ഓയിലടി അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല. എഞ്ചിന് മിയത്തിൽമിയാണ്. ഈ ബോണറ്റിൽ നിന്ന് മാറിയിട്ടില്ല, തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല. ഓട്ടോ 1.35 ഓടിയിട്ടുള്ളൂ. 1.35 അല്ലേ ഓടിയിട്ടുള്ളത്? ഓക്കെ. എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് 1,40,000 രൂപ ലാസ്റ്റ്. 1.40 കൊടുക്കാം. നല്ല വണ്ടിയാണ്. ആവശ്യക്കാര് വിളിച്ചോട്ടോ അല്ലെ? ചെറിയ ബഡ്ജറ്റിൽ 2 ആൾട്ടോ കാർ മനസ്സിലാക്കാ. ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസ ഉള്ളൂ കേട്ടോ. അതും AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വാഹനങ്ങളാണ്. ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. ആദ്യം ഈ റെഡ് കാണിച്ചു കൊടുക്കുക അല്ലെ? എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2009 ആണ് വണ്ടി. 29 വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഉണ്ട്. വേറെ മേജർ കമ്പനി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ പൈസക്ക് നമുക്ക് മെക്കാനിക്ക് ഫുൾ ഫിറ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല മെക്കാനിക്ക് അല്ല? ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിക്കുന്ന ആൾക്കാർക്ക് ആ വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ 90 റുപ്യ കൊടുക്കാം. 90 റുപ്യ കൊടുക്കാം അല്ല? അതെ. 2009 ആണ്. 29 വരെ പേപ്പറുള്ള AC പവർ സ്റ്റാരിംഗ് ഉള്ളത്. LXI സ്റ്റാൻഡേർഡ് അല്ല. ആൾട്ടോയില് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. ആൾട്ടോയില് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഓഫറിൽ തരും 90 റുപ്യ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. തട്ടുമുട്ട് റീപ്ലേസ് ഉണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കണ്ട. വന്ന് നിങ്ങൾ ഇവിടെ വണ്ടി കാണാൻ വന്നാല് കൊണ്ടുപോകും അല്ല? അത്രക്ക് പക്ക. ഇതെങ്ങനെയായിരുന്നു ഈ മറൂൺ കളർ? ഇത് 2010 ആണ്. 2030 വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റാരിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 1,10,000 രൂപ കൊടുക്കാം. 1.10 കൊടുക്കല്ലേ?
വേറെ മേജർ കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. 5 കൊല്ലം പേപ്പർ ഉണ്ടല്ലോ. 5 കൊല്ലത്ത് പുതിയ പേപ്പർ ഉണ്ട്. ടെൻഷൻ വേണ്ട. 5 കൊല്ലത്തെ നിങ്ങൾ ഉറപ്പ് ചെലവാക്കണം. മെക്കാനിക്കൽ പരമായിട്ട് 100% മീത്തൽ മീയ വേറെ പ്രശ്നമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ ബേസിക് ചെറിയ തണുപ്പ് ഉണ്ടായി നമ്മൾ കൂളിംഗ് ആയി കൊടുക്കും. അത് കൂട്ടി കൊടുക്കല്ലേ? അത് ഈ മറ്റേ കംപ്രസറിന്റെ ഗ്യാസ് എക്സ്പയർ ആണ്. ഗ്യാസ് കമ്മി ഉണ്ടാവും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ റെഡി ആയി കൊടുക്കാം. എന്താണെങ്കിലും നിങ്ങൾ ശരിയാക്കി കൊടുക്കും. ടെൻഷൻ വേണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇതെവിടെ ഒരു ആൾട്ടോ കേട്ടനാണ് നിങ്ങൾ കാണിക്കുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് മാനുവൽ ആണ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ ആണ്. ഇത് CNG ഉണ്ട്. CNG ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പെട്രോൾ ആണ്. പെട്രോൾ എടുക്കുന്ന പാർട്ടിക്ക് CNG വേണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചിട്ട് ലോഡും ചെയ്യാം. അങ്ങനെ ചെയ്യല്ലേ? ഓക്കെ. ഇത് 2016 വണ്ടിയാണ്. 16 ലാസ്റ്റ് ആണ്. ഫസ്റ്റ് ഓണർ ആണ്. വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആകെ 70,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ടയറും കാര്യമൊക്കെ ഉണ്ട്. മേജർ കംപ്ലൈന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടി. പക്ക വണ്ടി. ഒരു ടെൻഷൻ വേണ്ട. എത്ര കൊടുക്ക? ഇത് 2,50,000 രൂപ കൊടുക്കാം ലാസ്റ്റ്. 2,50,000 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ എങ്ങനെ 2,15 ലോണും കിട്ടും. 2,15 ലോണും കിട്ടും അല്ലേ? ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതെവിടെ ചെറിയൊരു പൈസക്ക് നല്ല അടിപൊളി നാനോ കാർ അല്ല? എങ്ങനെയായിരുന്നു? 2015-16 വണ്ടിയാണ്. 16 രജിസ്റ്റേർഡ് അല്ലേ? 1 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 1 ഉള്ളിക്ക് പുറത്തേക്കില്ല. പിന്നെ വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. മേത്തുൽമിയ. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതെവിടെ ചെറിയ പൈസക്ക് 2 മാരുതിന്റെ S-Star ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് കാണിക്കാല്ലോ. ഇത് എങ്ങനെയായിരുന്നു മനസ്സിലാക്കുക? ഇത് 2009 ആണ്. 9 വണ്ടി. 29 വരെ പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. AC പവർ സ്റ്റാരിംഗ് വർക്കിംഗ് ആണ്. വേറെ മേജർ കംപ്ലൈന്റ് ആക്സിഡന്റ് ഒന്നും കാര്യമില്ലാത്ത മേജർ കംപ്ലൈന്റ് കാര്യമൊന്നും ഇല്ല. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല? നല്ല വണ്ടിയാണ്. ആവശ്യക്കാർ വന്ന് നോക്കട്ടെ. വന്ന് ചെക്ക് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. 90 രൂപ കൊടുക്കുക. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. ഇൻഷൂർ ഇല്ലെങ്കിൽ നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം. വണ്ടിയുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഇവിടെ വേറെ ഒന്നും. ഇത് അതുപോലെ തന്നെ 2010 അല്ലേ? ഇത് പുതിയ പേപ്പർ എടുത്തിക്കണം. പുതിയ ഇത് VXI ആണ്. 5 ഇത് VXI ഫുള്ള് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളാണ്. ഇത് നമുക്ക് 1 രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം അല്ല? ഓക്കെ. വേറെ വണ്ടി വേറെ കമ്പനി മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഓക്കെ. ചെക്ക് ചെയ്തോട്ടെ അല്ലേ? ചെക്ക് ചെയ്തോട്ടെ.